പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ ഷോർട്ട് വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം സൗണ്ട് അടപ്പും അതുപോലെ കോൾഡൊക്കെ ആയിട്ട് കുറേ ആയിട്ട് സുഖമില്ലായിരുന്നു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇതുപോലെ ലെങ്തി വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇപ്പോൾ ചെറുതായിട്ട് സുഖമായിട്ട് വരുന്നു. സൗണ്ടൊക്കെ ചെറുതായിട്ട് ക്ലിയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ കാസർഗോഡൊക്കെ പോകുന്നുണ്ടേനു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ബീഫ് കറിയും പൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പൂരിയും അതുപോലെ തന്നെ ബീഫ് കറിയും. അപ്പോൾ പൂരി ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. പൂരിക്ക് നമ്മൾ കുഴക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, പെട്ടെന്ന് പൊങ്ങിക്കിട്ടും കേട്ടോ. കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ച ഉടനെ തന്നെ നമുക്കിതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ 1 ടേബിൾ സ്പൂണ് റവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ പൂരി ഉണ്ടാക്കൽ വളരെ കുറവാണ്. കാരണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ ചെറിയൊരു ചേഞ്ചൊക്കെ വേണ്ടേന്ന് വിചാരിച്ച് ബീഫ് കറിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് പൂരി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. നന്നായിട്ട് പൊങ്ങിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂരിയും ബീഫ് കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂരി മുഴുവനായിട്ടും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാസർഗോഡ് പോകാണ്ടേനു. അതെന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ പൂരി ഇവിടെ ഞാൻ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറേ സമയം ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ റവയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബീഫ് കറിയും ഇതേ സമയം തന്നെ ഞാൻ മറ്റൊരടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടേനു. അതും കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അങ്ങനെ ചൂടോടുകൂടി തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയെന്ന്. ഇപ്പോൾ സമയം 9:45 കേട്ടോ. എൻ്റെ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത്. വീടൊക്കെ അടിച്ചു വാരി അതുപോലെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കാസർഗോഡേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. അവർക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് തന്നെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇത് തേങ്ങ ഹൽവയാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതിയേ. പിന്നെ ഇന്ന് ഞാൻ ഈ ഒരു ഗൗണാണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ബോട്ടിക്കിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ചെറിയ പൈസയേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ പൈസ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വളരെ ചെറിയ പൈസയാണ്. ഡെൽറ്റ ക്രഷാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല കംഫർട്ടബിളാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഫുൾ സ്ലീവ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം ഒരുമിച്ചിട്ടാണ് വാങ്ങിച്ചത്. ചെറിയ കാശല്ലുള്ളൂ, അതുകൊണ്ട് 2 എണ്ണം ഒരുമിച്ചെടുത്ത്. അങ്ങനെ ളുഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വഴിയിൽ നിന്നും ഹസ്ബൻഡും അതുപോലെ ഹസ്ബൻഡിൻ്റെ അനിയനൊക്കെ കയറാനുണ്ട്. ഇപ്പം നമ്മൾ മാത്രമാണ് പോകുന്നത്. നമ്മളെ നാട്ടിൽ നിന്നും ഏകദേശം ഒരു 95 കിലോമീറ്ററോളം പോകാനുണ്ട് കാസർഗോഡേക്ക്. കാസർഗോഡ് ചെട്ടുംകുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മുമ്പൊരിക്കൽ ഞാൻ കാസർഗോഡ് പോയ സമയത്ത് നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടേനു. അന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് പോയതെങ്കിലും ഇന്ന് അത്രക്കങ്ങ് സന്തോഷത്തിലല്ല പോകുന്നത്. അന്ന് നമ്മളെ കൂടെ കാസർഗോഡ് ഉണ്ടായിരുന്ന മൂത്തമ്മ ഇപ്പോൾ അവിടെ ഇല്ല. 2-3 ദിവസം മുമ്പ് നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂത്തമ്മയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ മരിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അന്ന് എനിക്ക് ഒട്ടും സൗണ്ടില്ലായിരുന്നു. അതുപോലെ തന്നെ കോൾഡൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്.
നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. 12:30 ഇറങ്ങിയതാണ്, ഇപ്പോൾ 4:30 ട്രെയിനിലാണെങ്കിൽ ഇത്രയധികം പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 2-3 ബസ്സിൽ മാറി കയറണം. അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് വണ്ടി എടുത്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 4:40 ആയപ്പോൾ നമ്മൾ മുതമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഞാൻ വീടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മാഷാ അല്ലാഹ് നല്ല അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ കണ്ട ഒരു മോള് ഇപ്പോൾ അവിടെ ഇല്ല, അത് ദുബായിലാണ്. മോളും മോളെ കുട്ടിയൊക്കെ ദുബായിലാണുള്ളത്. മരിച്ച സമയത്ത് നാട്ടിലുണ്ടേനു, പക്ഷേ മിനിയാന്ന് പോയി എന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടേനു. ഞാൻ പോയപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടേനു. ഇപ്പോൾ ബാക്കിയുള്ള മക്കളൊക്കെയാണ് അവിടെ ഉള്ളത്, മക്കളും മോൻ്റെ ഭാര്യയൊക്കെയാണ് അവിടെ ഉള്ളത്. മാഷാ അല്ലാഹ് നല്ല അടിപൊളി വീട് തന്നെയാണ്. പിന്നെ മോളെ ചെറിയ കുട്ടിയെ എനിക്ക് കുറേ ട്രോഫികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടേനു. അവർക്കും അതുപോലെ ഗൾഫിലുള്ള മകളുടെ കുട്ടിക്കുമൊക്കെ മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ടോപ്പ് മാർക്ക് വാങ്ങിച്ചിട്ട് കിട്ടിയ ട്രോഫികളാണ്. മാഷാ അല്ലാഹ് നല്ല പഠിക്കുന്ന മക്കളാണ്. ഇഷ്ടംപോലെ ട്രോഫികളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് മോളെ ചെറിയ കുട്ടിയാണ് എനിക്ക് കാണിച്ചു തരുന്നത്. പിന്നെ കൈ ചൂണ്ടി കാണിച്ചു തരുന്നത് കരാട്ടയ്ക്ക് കിട്ടിയ ബെൽറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. നല്ല ക്യൂട്ട് മക്കളാണ് മാഷാ അല്ലാഹ്. ഞാൻ പോയപ്പോൾ എൻ്റെ പിന്നാലെ തന്നെയായിരുന്നു, ഓരോന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ബാക്കിൽ തന്നെ നടക്കുകയായിരുന്നു. ഇവിടെ വന്നപാടെ നല്ലൊരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് അതിനുശേഷം സ്പെഷ്യലായിട്ടുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. വന്ന് സംസാരത്തിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. നല്ല അടിപൊളി ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനു മാഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം കുട്ടികൾ ചെടികളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ മുറ്റത്തോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ട് ചെടികൾ, പക്ഷേ പലതും ഉണങ്ങിപ്പോയിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനൊക്കെ കുറച്ച് ക്ഷാമമാണ്. അപ്പോൾ നല്ല നല്ല ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചെടികളും ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ നല്ല ക്യൂട്ട് മക്കളാണ്. എൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു, അത് കാണിച്ചു തരാം, ഫ്ലവർ കാണിച്ചു തരാം, ചെടി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കുറേ സമയമൊന്നും എനിക്കിവിടെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 6:15 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനു. അവർ കുറേ പറഞ്ഞു ഇന്നിവിടെ നിൽക്കാമെന്നും അതുപോലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടേനു. പക്ഷേ പിറ്റേന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കോളേജും ഉണ്ട്, അതുപോലെ അവർക്ക് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:20 ആയിട്ടുണ്ട്. ഉച്ചക്ക് നമ്മൾ പോകുന്ന തൊട്ടിട്ട് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പോയിട്ട് വന്ന്. അപ്പോൾ വഴിയിൽ വെച്ച് തന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അതിനുശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കണ്ണൂരിലെ തളിപ്പറമ്പിലെത്തിയപ്പോൾ MRA റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചു വന്നത്. ഇപ്പോൾ സമയം 10 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടേനു. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിലുള്ള MRA റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് 10 മണിയായിട്ടും ഹോട്ടലിൽ കയറാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഫാമിലികളൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ പാർട്ടികളുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഇനിയും 1.5 മണിക്കൂറോളം ഓടാനുണ്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 11:40 നമ്മൾ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.